നഗരസഭയിൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വീടുകളിൽ ഉപയോഗിക്കാതെയിരിക്കുന്നതും എന്നാൽ കേടുപാടുകളില്ലാത്തതുമായ വസ്തുക്കൾ മറ്റൊരാൾക്ക് ഉപകരിക്കും വിധം കൈമാറുന്നതിനുള്ള സ്ഥിരം സംവിധാനമായാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്ന പുതിയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KR പ്രദീപ് കുമാർ നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വച്ഛ് ഭാരത് മിഷൻ 2.0 കീഴിൽ സജ്ജീകരിച്ച റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പിറവം നഗരസഭാ മാർക്കറ്റിൽ ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KR പ്രദീപ് കുമാർ നിർവഹിച്ചു. നമ്മുടെ പല ഷോപ്പുകളിലും ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ഈ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കാലങ്ങളായി വിറ്റുപോകാത്ത സാധനങ്ങൾ, പ്രത്യേകിച്ചും ജൗളിക്കടകളിലൊക്കെ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. ട്രെൻഡുകൾ മാറുകയാണ്. ഈ ട്രെൻഡുകൾ മാറുന്നതനുസരിച്ച് പുതിയ പുതിയ ഫാഷനുകൾ വരും. അപ്പോൾ ഈ പഴയ ഫാഷനുള്ള വസ്ത്രങ്ങൾ പലതും വിറ്റഴിക്കാതെ ഈ ഗോഡൗണുകളിലോ അതല്ലെങ്കിൽ ഈ കടയുടെ ഏതെങ്കിലുമൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണം. അത് ഉള്ളതുകൊണ്ട് അവർക്കും ഉപയോഗമില്ല. പുതിയ വസ്ത്രങ്ങൾ വരുമ്പോൾ അവർക്ക് വയ്ക്കാൻ സ്ഥലവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ ഒരു സഹായ വിലക്കോ അതല്ലെങ്കിൽ ഈ കളക്ഷൻ സെൻ്ററിലേക്ക് ഫ്രീ ആയിട്ടോ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യതകളും നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ തന്നെ ഒരുപാട് വലിയ ഷോപ്പുകളുണ്ട്. സ്റ്റേഷനറികളായാലും അല്ലാതെയുള്ള കടകളൊക്കെ ആണെങ്കിൽ ഒത്തിരിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചെന്ന് കണ്ട് ഞങ്ങളിങ്ങനെ തുറന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക്, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കൾ സംഭാവനകൾ ചെയ്യണം. യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പൊളിക്കൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾക്ക് റീയൂസ് ചെയ്യാൻ, നമുക്ക് നിലവിൽ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അത് ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു വസ്തുക്കളെല്ലാം പല വീടുകളിലും അല്ലെങ്കിൽ ഷോപ്പുകളിലെല്ലാം പല സ്ഥലങ്ങളിലേക്കും വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ പല ആളുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടായി. നഗരസഭ തന്നെ ഈ അതൊരു കളക്ഷൻ സെൻ്ററായി നമ്മളത് ഇവിടെ സ്വീകരിച്ചുകൊണ്ട് അത് പുനരുപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ആ രീതിയിലേക്ക് മാറ്റുകയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സംസ്കരിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുവാനാണ് നമ്മളത് ഇന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജനത്തിരക്കേറിയ മാർക്കറ്റിൽ പുനരുപയോഗത്തിന്റെ പുത്തൻ മാതൃക നഗരത്തിലെ പ്രധാന കേന്ദ്രമായ മുനിസിപ്പൽ മാർക്കറ്റിൽ തന്നെ RRR സെന്റർ ആരംഭിച്ചത് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. വീടുകളിൽ ഉപയോഗിക്കാതെയിരിക്കുന്നതും എന്നാൽ കേടുപാടുകളില്ലാത്തതുമായ വസ്തുക്കൾ വലിച്ചെറിയുന്നതിന് പകരം അവ മറ്റൊരാൾക്ക് ഉപകരിക്കും വിധം കൈമാറുന്നതിനുള്ള സ്ഥിര സംവിധാനമായാണ് ഈ കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത്. ആളുകൾ വീട്ടിൽ ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങളായാലും ബുക്കുകളായാലും ബോക്സുകളും എന്ത് തന്നെയായാലും ഇവിടെ കൊണ്ടുവന്ന് നമുക്കത് റീയൂസ് ചെയ്യാൻ പാകത്തിന് ചെയ്ത് അത് നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുവാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ മേൽനോട്ടത്തിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വത്സല വർഗീസ്, കൗൺസിലർമാരായ അരുൺ മാത്യു, ലൂസി സണ്ണി, രമ്യ ബിജോയ്, VT പ്രതാപൻ, രമ വിജയൻ, സെക്രട്ടറി V പ്രകാശ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ ബിജോയ് ചന്ദ്രൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു പാണക്കാട്ട്, നഗരസഭാ ഹെൽത്ത് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, വ്യാപാരികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഇവിടെ ഈ സ്കൂൾ തുറപ്പാണ്. അപ്പോൾ ഈ കടകളിലൊക്കെ പഴയ ബാഗുകൾ, അധികം വന്ന ബാഗുകളുണ്ടാകും. അത് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം, നമുക്ക് ഈ സ്കൂൾ തുറപ്പാകുമ്പോൾ എല്ലാ വീടുകളിലും കുട്ടികൾ, ഒരു 80% വീടുകളിലും കുട്ടികൾ പുതിയ ബാഗിന് വേണ്ടി അടുത്തൊരു ക്ലാസ്സിലേക്കാകുമ്പോൾ, 1ൽ പഠിക്കുന്ന കുട്ടി 2ലേക്കോ അല്ലെങ്കിൽ 5ൽ പഠിക്കുന്ന കുട്ടി 6ലേക്കോ ആകുമ്പോൾ ആ വീട്ടുകാരെ നിർബന്ധിച്ച് ഒരു 80% ആളുകളും പുതിയ ബാഗ് വാങ്ങിക്കാൻ നിർബന്ധമാകുന്നു. അപ്പോൾ ആ പഴയ ബാഗ് അവർ അവിടെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അവിടെ വീട്ടിലെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്കും അനുഭവമുള്ളതാണ്. അപ്പോൾ ആ ബാഗ് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും പഴയ ബാഗിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബാഗ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും. അപ്പോൾ അതിവിടെ എങ്ങനെ എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹരിതകർമ്മസേന മുഖേന നമുക്കിവിടെ എത്തിക്കാൻ വളരെ നിഷ്പ്രയാസം കഴിയും. കാര്യം ഹരിതകർമ്മസേനക്കാർ വീടുകളിൽ പോകുമ്പോൾ ഈ അവസരത്തിൽ ചോദിച്ചുകൊണ്ട് അതിവിടെ എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ബാഗും അതുപോലെ മറ്റ് ബോക്സുകളോ അങ്ങനെയൊക്കെ ഉള്ളത് അതുകൂടി ഒരു ഇനിഷ്യേറ്റീവ് ആയി എടുക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിലിന് കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. That's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6.
കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.